ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മഴതൂരി മുമ്പേ സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ അലീനയാണെങ്കിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. സ്റ്റാൻലിയുടെ വീട്ടിൽ ആ ഒരു ഗസ്റ്റ് ഹൗസിൽ നിൽക്കണം കേട്ടോ. ആരോട് എന്ത് മിണ്ടണം, സംസാരിക്കണം, അവിടെ ഒരു ഒറ്റപ്പെട്ട പോലത്തെ ഒരു തോന്നലാണ് അലീനക്ക്. അലീന റൂമിൽ നിന്ന് മാറുന്നേ ഇല്ല കേട്ടോ. റൂമിലൂടെ ജനലിലേക്ക് കൂടെ താഴേക്ക് നോക്കുമ്പോൾ ആ നായ്ക്കള് താഴെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അലീന പതുക്കെ ഹലോ എന്ന് പറയുമ്പോഴേക്കും അലീനയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ആ നായ്ക്കളെല്ലാം കൂടി മുകളിലെ ജനലിലേക്ക് നോക്കാണ്. അലീനെ കാണുമ്പോൾ എല്ലാവരും കൂടി അവിടെ നിന്നിട്ട് വാലാട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അലീനക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അലീന തൻ്റെ ഡ്രസ്സുകളൊക്കെ മാറി ആ പഴയ ഡ്രസ്സുകളുണ്ടല്ലോ, ആ ചുരിദാർ അതൊക്കെ തന്നെയാണ് ഇടുന്നത് കേട്ടോ. ആ ചുരിദാറുകളൊക്കെ ഇട്ടിട്ട് പതുക്കെ താഴേക്ക് ഇറങ്ങി വരുവാണ്. അപ്പോൾ അടുക്കളയിൽ ചേട്ടന്മാർ ഭയങ്കര പാചകത്തിലാണ്. നോൺ വെജ് വെക്കുന്നു, വെജ് ഫുഡ് വെക്കുന്നു, അങ്ങനെ പല പല ഫുഡ് വെക്കുകയാണ്. അപ്പൊ അലീന ചോദിക്കണ്ടേ, ഞാൻ സഹായിക്കണോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് കയറല്ലേ മേം സാബ്, ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ മേം സാബ് എന്ന് വിളിക്കേണ്ടെന്ന്, അലീന എന്ന് വിളിച്ചാൽ മതി. അത് കുട്ടിക്ക് അലീന എന്ന് വിളിക്കണതായിരിക്കും ഇഷ്ടം, പക്ഷെ അങ്ങനെ വിളിച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി പോകും മേം സാബ്, അതുകൊണ്ടിട്ടാ. എന്നാലും എൻ്റെ ഇഷ്ടമല്ലേ നോക്കേണ്ടത്, എന്നെ അലീന എന്ന് വിളിച്ചാൽ മതി. ശരി, ഞാൻ മോളെ എന്ന് വിളിച്ചോളാം, അത് മോരെ. അത് മതി മോളെ, മോൾക്ക് എന്താ ഇഷ്ടമെന്ന് പറഞ്ഞാൽ മതി കേട്ടോ, ഞങ്ങൾ എല്ലാ ഫുഡും ഉണ്ടാക്കി തന്നോളാം. അയ്യോ അതൊന്നും വേണ്ട, എനിക്ക് ഫുഡ് ഉണ്ടാക്കാനൊക്കെ അറിയാട്ടോ, അടുക്കളപ്പണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, മോൾ അങ്ങനെ അടുക്കളപ്പണി ചെയ്യാനൊന്നും വേണ്ട, അത് ചെയ്യാനല്ലേ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉള്ളത്. മോളെ വെറുതെ ഇരുന്നാൽ മതി, വെറുതെ ഇരുന്നാൽ ബോറടിക്കില്ലേ. അത് സാബ് മോളുടെ റൂമിലേക്ക് ടി വി മേടിച്ചു വെക്കാന്ന് പറഞ്ഞിട്ടില്ലേ, അതിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്, ഉച്ച കഴിയുമ്പോഴേക്കും ടി വി വരുമായിരിക്കും. അയ്യോ ഞാനങ്ങനെ ടി വി ഒന്നും ഒരുപാട് കാണാറൊന്നുമില്ല. അത് കൊള്ളാലോ. അതെന്താ അങ്ങനെ? അത് ഞാൻ 10-22 വർഷം ഓർഫനേജിലായിരുന്നില്ലേ എന്ന് പറയുമ്പോഴേക്കും അവിടെ ഞങ്ങൾക്ക് ടി വി ഉണ്ടായിരുന്നു, പക്ഷെ ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു, ആ സമയത്തെ ടി വി കാണാൻ പറ്റുള്ളൂ. ഓ എന്ന് പറയാണ്. അങ്ങനെ അല്ല, ഇപ്പൊ വന്ന് പോയ ആള് ബാലചന്ദ്രൻ അല്ലേ? അതെ, നല്ല മനുഷ്യനാണ് അല്ലേ? അതെ, എനിക്ക് എൻ്റെ സ്വന്തം അച്ഛനെ പോലെ അല്ല, എൻ്റെ സ്വന്തം അച്ഛൻ തന്നെയാ എന്ന് പറയാണ്. അങ്ങനെ അലീന ആ ചേട്ടന്മാരൊക്കെ ആയിട്ട് പെട്ടെന്ന് കൂട്ടാവാട്ടോ. അതെ, ഡ്രൈവർ ചേട്ടൻ, ആ തോട്ടച്ചേട്ടൻ, അതുപോലെ അവിടുത്തെ ആ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ചേട്ടൻ, എല്ലാം ആ 3 ചേട്ടന്മാരുടെ പെട്ടെന്ന് കമ്പനി ആവാണ് അലീന. ശേഷം അലീന പറയണ്ടേ, ഞാൻ ഈ റൂമുകളൊക്കെ ചുറ്റിക്കാണിക്കാം, ഈ സംഭവങ്ങളും ഇതിന്റെ പുറത്തുള്ള പറമ്പും എല്ലാം ചുറ്റിക്കാണിക്കാന്ന് പറയുമ്പോൾ അലീന പറയണ്ടേ, വേണ്ട ഞാൻ പോയി നോക്കിക്കോളാം, കുഴപ്പമൊന്നുമില്ലെന്ന് പറയണം. അങ്ങനെ അലീന ഓരോരോ റൂം തുറന്ന് ഇങ്ങനെ നോക്കാട്ടോ. എല്ലാ റൂമും ഒരുപോലെയൊക്കെ തന്നെയുണ്ട്, പക്ഷെ പേടിയാവുന്ന തരത്തിലാണ് റൂമുകളൊക്കെ കേട്ടോ. കാരണം അത്ര വലിയ റൂമുകളാണ്. ഗസ്റ്റ് ഹൗസ് എന്ന് പറയുമ്പോൾ അറിയാലോ, ഒരു പഴയ ബിൽഡിംഗ് പോലെയാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ടെൻഷനും പേടിയൊക്കെ അലീനക്ക് ഉണ്ട് കേട്ടോ. അങ്ങനെ ഓരോരോ റൂമിന്റെ അടുത്തോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഒരു റൂമിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അലീന ആ റൂമിന്റെ വാതിൽ തുറന്ന് നോക്കുമ്പോഴേക്കുമാണ് അവിടെ നമ്മുടെ സ്റ്റാൻലി വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അത് ഒന്നൊന്നര വെള്ളമടിയാണ് കേട്ടോ. ഒരുപാട് മദ്യക്കുപ്പികളൊക്കെ നിരത്തി വെച്ചിട്ട് അതിലെല്ലാം അങ്ങനെ മദ്യം നിറച്ച് വെച്ചിട്ട് ഓരോരോ ഗ്ലാസ് ആയിട്ട് ഇങ്ങനെ കമിഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ അലീന ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നോക്കാട്ടോ. സ്റ്റാൻലിക്ക് ആകെ നാണക്കേട്ട് തോന്നുവാണ്, വേറൊന്നുമല്ല. അലീന ഇങ്ങനെ താൻ വെള്ളം ഒടിക്കണത് ആദ്യം തന്നെ കണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് ആകെ ഒരു ബുദ്ധിമുട്ടാവാണ് സ്റ്റാൻലിക്ക്. അപ്പോൾ അലീന വേഗം വാതിൽ ചാരിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് പോവാട്ടോ. അലീന പുറത്ത് പോയിട്ട് വരാന്തയിലൊക്കെ പോയി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ നായ്ക്കളൊക്കെ വന്ന് നിൽക്കുന്നുണ്ടാടാ. കുട്ടന്മാരെ, നിങ്ങളുടെ പേരൊക്കെ എന്താടാ, എന്നെ മനസ്സിലായോ നിങ്ങൾക്ക് എന്നൊക്കെ പറയുമ്പോൾ അവരെല്ലാവരും അലീനയുടെ അടുത്തേക്ക് നിൽക്കുകയാണ്. നിങ്ങളൊക്കെ എല്ലാം നല്ല കുട്ടികളാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അലീന എല്ലാവരും തടവിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടേക്ക് നമ്മുടെ സ്റ്റാൻലി വരുന്നുണ്ട്. മോളെ എന്ന് വിളിക്കുകയാണ്. വേഗം തന്നെ അലീന എഴുന്നേക്കാണ്. സ്റ്റാൻലി പറയണ്ട, മോളിനോട് ക്ഷമിക്കണം കേട്ടോ, ഈ വെള്ളവടി അങ്ങനെ വെള്ളം അടിച്ച് ശീലമായി പോയി മോളെ, പിന്നെ ഇന്ന് മോള് വന്നൊരു സന്തോഷത്തിലാണ് ഞാൻ വെള്ളം അടിച്ചത് എന്ന് പറയുമ്പോഴേക്കും അലീന പറയണ്ടേ, അങ്ങനെ സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ വെള്ളം അടിക്കുന്നവരെയാണ് വെള്ളമടിക്കാർ എന്ന് പറയുന്നത്. ശരിയായിരിക്കും മോളെ, ഞാനന്ന് മുമ്പ് പട്ടാളത്തിലിരിക്കുന്ന സമയത്ത് വെള്ളം അടിക്കായിരുന്നു, പക്ഷെ ഒരു കാര്യം കേട്ടോ, 10-23 വർഷം മുമ്പ് ഞാൻ വെള്ളം അടിക്കില്ലായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഇങ്ങനെയായി പോയത്. അതിന്റെ കാരണം എന്താന്ന് മോൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാലോ അല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അലീന ഒന്നും മിണ്ടുന്നില്ല. അലീനടുത്ത് ചോദിക്കുന്നുണ്ട് സ്റ്റാൻലി, അല്ല മോൾക്ക് വേറെ ഡ്രസ്സുകൾ എന്തെങ്കിലും മേടിക്കണമെങ്കിൽ പോവാം, ഈ ഡ്രസ്സ് തന്നെയാണ് മോൾ ഇടുന്നത്. അതെ, എനിക്ക് ഈ ഡ്രസ്സൊക്കെ മതി, എനിക്ക് ഈ ഡ്രസ്സാണ് ഇഷ്ടം എന്ന് പറയുമ്പോഴേക്കും ശരി മോളുടെ ഇഷ്ടം, പക്ഷേ നല്ല ഡ്രസ്സുകളൊക്കെ ഇടുമ്പോഴേക്കും കുറച്ചുകൂടി നമുക്ക് കോൺഫിഡൻസ് കിട്ടും മോളെ. നമ്മുടെ വസ്ത്രങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് നമുക്ക് കുറച്ച് ഓവർ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ തരുന്നത് എന്നൊക്കെ പണ്ട് സ്റ്റാൻലി ഉപദേശിക്കുന്നുണ്ട്. കുറച്ചുകൂടി നല്ല ഡ്രസ്സുകൾ ഇട്ട് നടക്കാനായിട്ട്, തൻ്റെ മോള് നല്ല ഡ്രസ്സുകൾ ഇട്ട് കാണണമെന്ന് സ്റ്റാൻലിക്കും ആഗ്രഹമുണ്ടല്ലോ. അപ്പോൾ അലീനക്ക് അതൊന്നും കേൾക്കണമെന്നില്ല. അലീന ഈ ഡ്രസ്സുകൾ മതി, ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം, ഇതുപോലില്ലാത്ത ആൾക്കാരുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഈ ഡ്രസ്സൊക്കെ തനിക്ക് വില കൂടിയ ഡ്രസ്സുകളെ പോലെയാണ് എന്നൊക്കെയാണ് അലീന തിരിച്ച് മറുപടി പറയുന്നത് കേട്ടോ. അതേസമയം വൈജയന്തി ആണെന്നുണ്ടെങ്കിലോ,
അവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ട്, എന്തൊക്കെ സാധനങ്ങൾ അലീന കൊണ്ടുപോയി, ബാലചന്ദ്രൻ എത്ര രൂപയുടെ ഡ്രസ്സാണ് അലീനക്ക് വാങ്ങിച്ചു കൊടുത്തത് എന്നെല്ലാത്തിന്റെ കണക്കെടുത്തോണ്ടിരിക്കട്ടെ വൈജയന്തി. ആ സമയത്ത് വൈജയന്തിക്ക് മനസ്സിലായി മൊത്തം 15 ലക്ഷം രൂപയുടെയാണ് അലീനക്ക് സ്വർണം കൊടുത്തിരിക്കണേന്നും അതുപോലെ തന്നെ അലീന ഇട്ടിരിക്കുന്ന സാരി 16,000 രൂപയുടെ സാരിയാണെന്നൊക്കെ മനസ്സിലാക്കിയ വൈജയന്തി പൊട്ടിത്തെറിച്ചുകൊണ്ട് വേഗം തന്നെ ഹാളിലേക്ക് വരുവാണ്. അവിടെ മനുവുണ്ട്, രോഹിത് ഉണ്ട്, ബബിതയുണ്ട്, കൃഷ്ണമോളുണ്ട്. അപ്പൊ പിന്നെ 4 പേരും കൂടെ അവിടെ ഇരിക്കുന്ന സമയത്ത് വൈജ പറഞ്ഞു, കണ്ടുപിടിച്ചു ഞാൻ. ആന്റി എന്തൊക്കെയാ ആന്റിയാ പറയണത്? മനുവിനോട് വൈജയന്തി പറയുന്നുണ്ട്, മൊത്തം 15 ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് അലീനക്ക് ഇവിടുന്ന് ഇട്ടുകൊടുത്തത് എല്ലേടി എന്ന് ബബിതയുടെ അടുത്ത് ചോദിക്കുകയാണ്. ബബിത കൃഷ്ണയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ കൃഷ്ണ പറയണ്ട, നമുക്ക് നാണുല്ലേമേ ഇങ്ങനെ കണക്കും കാര്യങ്ങളൊക്കെ പറയാൻ. പിന്നെ കണക്ക് പറയോടി, വെറും ഒരു വേലക്കാരത്തേക്ക് 15 ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് ഇവിടെ ഇട്ടുകൊടുത്തിരിക്കുന്നത്. ബബിത പറയണ്ട്, അത് അലീന ചേച്ചി വേണമെന്ന് പറഞ്ഞിട്ടൊന്നുമല്ല, ഞാനും കൃഷ്ണമോളും കൂടിയിട്ടാ ഞങ്ങളുടെ ഗോൾഡ് എല്ലാം ഇട്ടുകൊടുത്തത്. എടി, നിങ്ങൾക്ക് ഗോൾഡ് വാങ്ങിച്ചത് ഞാനാണ്, അതുപോലെ നിങ്ങളുടെ അച്ഛൻ ബാലചന്ദ്രനാണ്, അത് നിങ്ങൾക്ക് വാങ്ങിച്ചത് ഗോൾഡാണ്. അത് നിങ്ങൾ വെല്ലവർക്കും കൊടുക്കാൻ വേണ്ടി ആര് പറഞ്ഞൂടി? അത് വെല്ലവരല്ല, ഞങ്ങളുടെ ചേച്ചിയാണ്. ഓ, നിങ്ങളുടെ ഒരു ചേച്ചി. രോഹിത് പറയണ്ട, അമ്മേ നാണുല്ലേമ്മേ, വന്ന് കേറിയില്ല അപ്പൊ തന്നെ കണക്കെടുപ്പ് തുടങ്ങിയോ? തുടങ്ങും. അത് മാത്രല്ല, അവൾ എടുത്തിരിക്കുന്ന സാരി എത്ര രൂപയുടെ സാരിയാണ്, എല്ലാത്തിനും കണക്ക് വെച്ചിട്ടുണ്ട് ഞാൻ. വരട്ടെ, ബാലചന്ദ്രൻ വരട്ടെ, ഞാൻ ചോദിക്കുന്നുണ്ട് എന്നൊക്കെ പറയാണ്. അപ്പൊ മനു പറഞ്ഞിട്ട് ചോദിച്ചേ കിട്ടുന്നതൊക്കെ വയറ് നിറച്ചു വാങ്ങിച്ചോ, ഞാൻ പോകുവാണ് എന്ന് പറഞ്ഞിട്ട് മനു അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അവനെ പിടിക്കില്ല, അവന്റെ കെട്ടിയോളാവാൻ പോവല്ലേ, അപ്പൊ അതുകൊണ്ട് അവളെ കുറിച്ച് പറഞ്ഞല്ലേ അവനെ പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വൈജയന്തിയെ പെറുപിറുത്തോണ്ടിരിക്കുകയാണ്. ബബിതക്കും കൃഷ്ണമൊക്കെ ആകെ ദേഷ്യം കേട്ടോ, ഇത് എന്തൊരു ജന്മമാണ് എന്ന രീതിയിൽ അവരെല്ലാരും കൂടി വൈജയന്തിനെ ഇങ്ങനെ നോക്കുവാണ്. വൈജയന്തി വീണ്ടും പെറുപിറുത്തോണ്ട് അടുക്കളയിൽ എന്തെങ്കിലും പോയിട്ടുണ്ടോ, തന്റെ സാരി എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ, വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ടോ എന്നൊക്കെ CCTV ക്യാമറ വരെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് വൈജയന്തി കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ ആ ദിവസം വീട്ടിലേക്ക് വരുന്നില്ല. ഹോട്ടൽ റൂമിൽ കുറച്ച് മദ്യപിച്ചിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങാണ് ബാലചന്ദ്രൻ. കാരണം പിറ്റേ ദിവസം വരാന്ന് തീരുമാനിച്ച് തന്നെ മദ്യപിച്ച് കിടക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അലീനെ കൊണ്ടേ ആക്കിയല്ലോ, ഇനി തന്റെ കൂടെ അലീന ഇല്ലല്ലോ, ആ ഒരു വിഷമത്തിൽ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് ബാലചന്ദ്രൻ. അങ്ങനെ രാത്രി ആകുമ്പോഴേക്കും ബാലചന്ദ്രൻ അങ്ങനെ ബോധമില്ലാതെ കിടന്നുറങ്ങാണ്. പിറ്റേ ദിവസം രാവിലെയാണ് ബാലചന്ദ്രൻ റൂം വെക്കേറ്റ് ചെയ്തിട്ട് അവിടുന്ന് തിരിച്ച് തന്റെ വീട്ടിലേക്ക് വരുന്ന കേട്ടോ. അവിടെ നമ്മുടെ വൈജയന്തി ഉള്ള കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ അറിയാം. ബാലചന്ദ്രൻ വലിയ മൈൻഡ് ഒന്നും കൊടുക്കാതെ അകത്തേക്ക് കേറി പോവാണ്. വൈജയന്തി പറയണ്ട, ഓഹോ നിങ്ങൾ വന്നോ, ഞാനെന്ന് പറഞ്ഞൊരു മനുഷ്യ സ്ത്രീ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ എന്ന് പറയുമ്പോഴേക്കും വൈജയന്തിനെ ഒന്ന് നോക്കുന്നുണ്ട്. ശേഷം അകത്ത് കയറാൻ പോകുമ്പോഴേക്കും അതെ, നിങ്ങൾ അവിടെ നിന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ 15 ലക്ഷം രൂപയുടെ സ്വർണം അവൾക്ക് ഇട്ടുകൊടുത്തത്? 16,000 രൂപയുടെ സാരി എന്തിനാ അവൾക്ക് വാങ്ങിച്ചു കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി ബാലചന്ദ്രൻ പറയണ്ട്, അതെ നീ ഇപ്പൊ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ പോകുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാലേ നിനക്കത് താങ്ങാൻ പറ്റില്ല വൈജയം, ഓർത്തോ നീ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. വൈദ്യുതിയുടെ അഹങ്കാരം ഒട്ടും തന്നെ മാറുന്നില്ല കേട്ടോ. ആ സമയത്ത് നമ്മുടെ അലീനയാണെന്നുണ്ടെങ്കിലോ രാവിലെ തന്നെ എഴുന്നേറ്റ്, ചേട്ടന്മാരെ എഴുന്നേക്കാളേക്കാളും മുമ്പേ എഴുന്നേറ്റിട്ട് അവിടെ ഉണ്ടായിരുന്ന ഫുഡും കാര്യങ്ങളെല്ലാം തന്നെ വെച്ചിരിക്കുക കേട്ടോ. അത് കാണുമ്പോൾ സ്റ്റാലിൻ പറഞ്ഞിട്ട്, എന്തിനാ മോളെ നീ ഇതൊക്കെ വെച്ച് വിളമ്പാൻ പോയത്, അവിടെ അവർ ചെയ്യുമായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അവരെ വഴക്ക് പറയാണ്, നിങ്ങൾ എന്തിനാ അലീനെ അകത്തേക്ക് കയറ്റിയത്, നാളെ മുതൽ അടുക്കള പൂട്ടിയിട്ട് വേണം പോകാനായിട്ട്, അലീനെ കൊണ്ട് ഒരു പണി എടുപ്പിക്കരുന്ന് പറഞ്ഞിട്ട് അലീനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുക ചെയ്യണ്ട കേട്ടോ. അങ്ങനെ ഒരുപാട് നല്ല നല്ല നിമിഷങ്ങളാണ് ഇനി കാണാൻ വേണ്ടി പോണത്. പിന്നെ അലീന നമ്മുടെ സ്റ്റാലിയുടെ ഫാമിലി ഫോട്ടോയാണ് നമുക്ക് ഈ ആഴ്ച കാണും കേട്ടോ. അപ്പൊ അപ്പൊ അറിയാം നമ്മുടെ സ്റ്റാലിയുടെ ഭാര്യയായിട്ട് ആരാണ് വരാൻ പോണത്, മക്കളായിട്ട് ആരൊക്കെയാണ് വരാൻ പോണത്. 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയാണ് സ്റ്റാലിക്കുള്ളത് കേട്ടോ. ആ പെൺകുട്ടി എന്ന് പറയണതുണ്ടല്ലോ, അതാണ് മൂത്തത്. അലീനെ പോലെ തന്നെയായിട്ട് ഇരിക്കണത്. അപ്പൊ നമുക്ക് അതൊക്കെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ.